കർത്താവിൻ്റെ തന്നെ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹ നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും ജയത്തോടെ നമ്മെ നടത്തുന്ന സർവശക്തനായ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. അവിടെ നല്ലവനല്ലോ, അവിടുത്തെ ദൈവക്കുമുള്ളതെന്ന് പറയാൻ കർത്താവ് നമ്മെല്ലാം ഇടയാക്കട്ടെ. ഓരോ ദിവസവും ദൃഷ്ടിവെച്ച് ആലോചന പറഞ്ഞ ഓരോ ദൈവം വഴിതാകുന്നു, ഇതിലെ പൊയ്ക്കൊള്ളുക എന്നുള്ള ഇമ്പസ്വരം അവിടെ നമ്മളെ കേൾപ്പിക്കുന്നല്ലോ. ഞാനാകുന്നു എന്ന് പറഞ്ഞ് ആദ്യനും അന്ത്യനുമായവൻ, ഹൃദഗോത്രത്തിലെ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ, പുസ്തകവും അതിൻ്റെ 7 മുദ്രയും പൊട്ടിക്കാൻ ജയം പ്രാപിച്ചു വന്നവൻ ഇന്നും നമ്മോട് കൂടെയുണ്ടാകും. അവിടുത്തെ പ്രവർത്തികൾ അത്യുത്തമമാണ്. അതിനെ തടയാൻ ലോകത്തിലൊരു ശക്തിക്കും സാധ്യമല്ല. അവിടുന്ന് വിളിച്ചു പറഞ്ഞു, ഞാൻ പ്രവർത്തിക്കും, ആർ തടുക്കും? സഹോദരങ്ങളെ, നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും തലമുറയ്ക്ക് വേണ്ടിയും അവിടുന്ന് പ്രവർത്തിച്ചാൽ അതിനെ തടയാൻ ലോകത്തിലൊരു ശക്തിക്കും സാധ്യമല്ല. പ്രവർത്തിക്കില്ല, നടക്കില്ല, അടയ്ക്കുമെന്ന് ഇപ്പുറത്ത് പറയുമ്പോഴാണ് ദൈവശബ്ദം ഞാൻ പ്രവർത്തിക്കും, ആര് തടുക്കും? ഹല്ലേലൂയ! എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും? ശക്തികൾ നമുക്കെതിരെ നിന്ന് വെല്ലുവിളിക്കുമ്പോൾ അതിനെ കണ്ട് ഭയക്കേണ്ട കാര്യമില്ല. നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി എത്രയോ വലുതാണ്, സകലത്തെയും ജയിക്കുന്നതാണ്, കൽക്കീഴാക്കാൻ കഴിവുള്ളതല്ലേ. സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെ നീ മെതിച്ചു കളയും. അവനെന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവനെൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. മറ്റടുത്ത പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുകയും അവയിലൊന്നും നിങ്ങൾക്ക് ദോഷം വരുത്തുകയില്ല. ഒരു ശക്തിക്കും നമുക്ക് ദോഷം വരുത്തുവാൻ കഴിയില്ല. നമുക്കറിയാം, പൗലോസിൻ്റെ കയ്യിൽ ഒരാളെ ചുറ്റും ദോഷം വരും, അത് കാണാൻ വേണ്ടി ഒരു സമൂഹം നിൽക്കുകയാണ്. ആ ശരീരം വീർക്കും, ചത്തുവീഴും, ഇവിടം കൊണ്ടെല്ലാം അസ്തമിക്കും. പക്ഷെ തെറ്റുപറ്റി. കുറേ നേരം അവർ നോക്കി നിന്നിട്ട് പൗലോസിനൊരു ദോഷവും സംഭവിക്കുന്നത് കാണായികയാൽ അവർ പോയി. അതിൻ്റെ അർത്ഥം വ്യക്തിത്വമുള്ളവൻ, അഭിഷേകമുള്ളവൻ, ആത്മാവിൽ മുമ്പോട്ട് പോകുന്നവൻ്റെ മേൽ ഒരു ശക്തിക്കും ജയിക്കാൻ പറ്റില്ല. ആവർത്തിച്ചു പറയുന്നു, സകലത്തെയും ജയിക്കുന്ന ഒരഭിഷേകം, സ്പിരിച്വൽ അതോറിറ്റി നമുക്ക് ദൈവം നൽകിയിട്ടുണ്ട്. ഇരുത്തത്തിൻ്റെ ആത്മാവിനെ അല്ല നാം പ്രാപിച്ചത് സഹോദരങ്ങളെ. അബ്ബാ, പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ അവകാശികളാണ് നമ്മൾ. ആത്മാവാണ് നമുക്കുള്ളത്, അവകാശികളാണ് നമ്മൾ. അങ്ങനെയെങ്കിൽ ഇന്നു പകൽ സംശയിക്കരുത്, ധൈര്യം ചോർന്നു പോകരുത്, ബലം ക്ഷയിക്കരുത്. നമ്മൾ മക്കളല്ലേ, ശക്തിയോടെ നമുക്ക് മുമ്പോട്ട് പോകാം. ദൈവകൃപ നമുക്ക് ഏറ്റെടുക്കാം, സകലത്തെ നമുക്ക് ജയിക്കാം. സകലത്തിൻ്റെ എല്ലാവർക്കും കാരണഭൂതനാണ് നമ്മുടെ നായകൻ, വിശ്വാസത്തിൻ്റെ നായകനാണ്, പൂർത്തി വരുത്തുന്നവനാണ്. ധൈര്യത്തോടെ പറ, അവിടുത്തേക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല. അവിടുന്ന് വിളിച്ചു പറഞ്ഞില്ലേ, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? പ്രിയ സഹോദരങ്ങളെ, ആർക്കും കഴിയാത്തത് നമ്മുടെ ദൈവത്തിന് കഴിയും. ആർക്കും ഇറങ്ങി വരാൻ പറ്റാത്തടത്ത് ഇറങ്ങി വരുന്നൊരു ദൈവം. കൂരിൽ താഴ്വരയിലും അതിൻ്റെ നടുവിലൂടെ നടന്നാലും ദാവീദിന് പറയാനുള്ളത്, ഞാൻ ഒരനർത്ഥവും ഭയപ്പെടത്തില്ല, കാരണം
എൻ്റെ കൂടെ ഒരുവനുണ്ട്. എൻ്റെ കൂടെ സർവശക്തനുണ്ട്. എൻ്റെ കൂടെ നല്ല ഇടയനുണ്ട്. ഗമനത്തെ ആഗമനത്തെ പ്രാണനെ പരിപാലിക്കുന്നവൻ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഒരു ശക്തിക്കും എന്നെ തൊടാൻ പറ്റില്ല. വളരെ സുപരിതമായ വാക്ക് നമ്മൾ വീണ്ടും ശ്രദ്ധിക്കുന്നു. 62-ാം സങ്കീർത്തനം 6-ാമത് വാക്യം. അവൻ തന്നെ എൻ്റെ പാറയും എൻ്റെ രക്ഷയുമാകുന്നു, എൻ്റെ ഗോപുരവും അവൻ തന്നെ, ഞാൻ കുലുങ്ങും. ദാവീദ് പാടിയ സങ്കീർത്തനമാണ് 62. എൻ്റെ ഉള്ളമ ദൈവത്തെ നോക്കി മൗനമായിരിക്കുക, വെയിറ്റ് ചെയ്യുക ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി. നിരക്ഷ അവനിൽ നിന്ന് വരും. പോർക്ക് പറയുന്നൊരു സമൂഹം, വായ് കൊണ്ട് അനുഗ്രഹിക്കുന്ന, ഉള്ളം കൊണ്ട് ശപിക്കുന്നവർ. മറ്റൊരു സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു, 3-ാം സങ്കീർത്തനത്തിൽ ദാവീദിനെ നോക്കി ആളുകൾ പറയും, അവന് ദൈവത്തിങ്കൽ പോലും രക്ഷയില്ല എന്ന് പറയുന്ന ഒരു കൂട്ടരാണ്. എന്നുവെച്ചാൽ ദൈവം നോക്കിയാൽ പോലും ഒരു വിടുതൽ വരില്ല എന്ന് പറഞ്ഞില്ലേ, ശപിച്ചില്ലേ, നീജ പോപോ എന്ന് പറഞ്ഞ് പൂഴിമണ്ണ് വാരിയിട്ടില്ലേ കൂടെ നടന്നവർ, സിംഹാസനത്തിൽ നിന്ന് ഇറക്കി വിട്ടില്ലേ, തിരിച്ചു വരവില്ലെന്ന് പറഞ്ഞില്ലേ, കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കിയില്ലേ. പക്ഷേ ദാവീദിന് പറയാനുള്ള പ്രസ്താവനയാണ് നമ്മൾ വായിച്ചത്. 62-ാം സങ്കീർത്തനം 6-ാമത് വാക്യം. അവൻ തന്നെ എൻ്റെ പാറയും, നോക്കണേ, എൻ്റെ രക്ഷയുമ. വേറാരുമല്ല. അവരിലും സൈന്യത്തിലും കൂട്ടുകാരിലും സ്വാധീനത്തിലും ഒന്നും ആശ്രയിക്കാതെ ശക്തമായി വിളിച്ചു പറയുന്നു, അവിടുന്ന് തന്നെ, അവിടുന്ന് തന്നെ എൻ്റെ പാറയാണ്, എൻ്റെ രക്ഷയാണ്. കാരണം ദൈവത്തിങ്കൽ പോലും രക്ഷയില്ലെന്ന് പറഞ്ഞ് നിന്നെ നിരുത്സാഹപ്പെടുത്തുവാൻ, നിന്റെ പ്രാർത്ഥനയെ, നിന്റെ തീരുമാനത്തെ, നിന്റെ ആരാധനയെ, നിന്റെ വാഗ്ദത്തങ്ങളെ ചോദ്യം ചെയ്ത് ഒതുക്കാൻ നിൽക്കുന്ന ഒരു കൂട്ടം വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പ്രഭാതത്തിൽ വിളിച്ചു പറയാൻ കഴിയണം, അവിടുന്ന് തന്നെ, സർവശക്തനായ ദൈവം തന്നെ, വിളിച്ചു വരുത്തുന്നവൻ തന്നെ, ജീവിപ്പിക്കുന്നവൻ തന്നെ, ആഴിയിൽ പാതയൊരുക്കുന്നവൻ തന്നെ, അനാദിയായും ശാശ്വതമായവൻ തന്നെ എൻ്റെ പാറയാണ്, എൻ്റെ രക്ഷയാണ്, അവിടുന്ന് തന്നെ. ഉറപ്പിച്ചോ? മറ്റെങ്ങും ആശ്രയിക്കേണ്ട സഹോദരങ്ങളെ, മറ്റെങ്ങും നോക്കണ്ട. മറ്റൊരുത്തനും നമുക്ക് രക്ഷയില്ലെന്നേ. ആർക്കും നമ്മളെ ഒന്നും സഹായിക്കാൻ പറ്റില്ല ഒരു ഘട്ടത്തിലും. അതിനൊക്കെ പരിധിയുണ്ട്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ കൂരുകൾ വന്നാലും, സങ്കടം വന്നാലും, ഇരുട്ട് വന്നാലും, കഷ്ടതയുടെ തീച്ചൂളയിലൂടെ നടന്നാലും ദാവീദ് അതുകൊണ്ടാണ് പറയുന്നത്, നീ എന്നെ ജീവിപ്പിക്കും. സ്തോത്രം. അനവധി അനർത്ഥങ്ങൾ, കഷ്ടങ്ങൾ കാണുമാറാക്കിയാലും വീണ്ടും ജീവിപ്പിക്കുമെന്ന് 71 പറയുന്നില്ലേ? ധൈര്യത്തോടെ പറ, അവിടുന്ന് തന്നെ എൻ്റെ സഹായകൻ, അവിടുന്ന് എൻ്റെ രക്ഷകൻ, അവിടുന്ന് എൻ്റെ പാറ. എന്നുവെച്ചാൽ ഞാൻ കുലുങ്ങിപ്പോകില്ല. എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കുന്ന, ഉറപ്പിക്കുന്ന പാറ. ഈ പാറമേൽ അഭയം പ്രാപിച്ചാലുണ്ടല്ലോ, വെള്ളം അടിച്ച് ശക്തമായി തിര വന്ന് ഉരച്ചാലും പാറയ്ക്കൊന്നും സംഭവിക്കില്ല. കാറ്റടിച്ചാലും പാറയ്ക്കൊന്നും സംഭവിക്കില്ല. മണ്ണാന്നെ ഒലിച്ചു പോകും. പൂഴിമണ്ണാണെങ്കിൽ അത് പറന്നും പോകാം. പക്ഷേ ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ടെങ്കിൽ ഒഴുകിപ്പോകത്തില്ല, പാറിപ്പോകത്തില്ല. ശക്തമായി ഉറച്ചു നിൽക്കാൻ ഇടയായിത്തീരും. ഇന്ന് പ്രഭാതത്തിൽ എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാം, എൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ, എൻ്റെ വേദനയുടെ ഘട്ടത്തിൽ, എൻ്റെ സങ്കടങ്ങളുടെ ഘട്ടത്തിൽ എനിക്കൊരു പാറയുണ്ട്. അവിടുന്ന് തന്നെ എൻ്റെ പാറ, അവിടുന്ന് തന്നെ എൻ്റെ രക്ഷകൻ,
അവിടുന്ന് തന്നെ എൻ്റെ ഗോപുരം, അവിടുന്ന് തന്നെ എൻ്റെ ശൈലം, അവിടുന്ന് തന്നെ ഞാൻ ആശ്രയിക്കുന്ന ദൈവം. അവൻ തന്നെ വേറെങ്ങും നോക്കരുത്. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. ഉഷ്ണം തട്ടും, വേനൽ വരും, പക്ഷെ വാടത്തില്ല. അവിടുന്ന് നമ്മുടെ കൂടെയുണ്ട്. ഒന്നേൽപ്പിച്ചു കൊടുക്കാമോ സഹോദരങ്ങളെ? അവിടുന്ന് നമ്മുടെ അഭയമാണ്. അവിടുന്ന് തന്നെ ആയിരിക്കട്ടെ. എല്ലായിടത്തും പോയി ആശ്രയിക്കരുത്. സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യത്വം അരുത്. നമ്മുടെ സഹായം ആകാശത്തെ ഭൂമി ഉണ്ടാക്കി സത്യതാവാണ്. അവിടുന്ന് തന്നെയാണ് നമ്മുടെ രക്ഷകൻ. അവിടുന്നാണ് നമ്മളെ സൗഖ്യമാക്കുന്നത്. അവിടുന്നാണ് നമ്മളെ വിടുവിക്കുന്നത്. എല്ലാ കണ്ണുകളും ഒരു നിമിഷം എടുത്ത് പ്രാർത്ഥിക്കും. പിതാവേ, വചനത്തിൻ്റെ ശക്തി ഞങ്ങൾ ഏറ്റെടുക്കുന്നു. അങ്ങ് തന്നെ ഞങ്ങളുടെ രക്ഷകൻ, അങ്ങ് തന്നെ ഞങ്ങളുടെ ഭാരങ്ങൾ കാണുന്നവൻ, അങ്ങ് തന്നെ ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്നവൻ, അങ്ങ് തന്നെ ഞങ്ങളുടെ കരത്തിൽ പിടിച്ചവൻ. അവിടുത്തെ സാന്നിധ്യത്തിനായി സ്തോത്രം, അത്ഭുതങ്ങൾക്കായി സ്തോത്രം, ദൈവപ്രവൃത്തിക്കായി സ്തോത്രം, നിങ്ങളുടെ വഴികൾക്കായി സ്തോത്രം, നിങ്ങളുടെ സാന്നിധ്യത്തിനായി സ്തോത്രം, വലിയ ദൈവപ്രവൃത്തിക്കായി സ്തോത്രം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവിടുത്തെ മക്കളെല്ലാം ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥി. രോഗികൾ സൗഖ്യമാകട്ടെ. ആത്മാവിൻ്റെ വലിയ ഇടപെടൽ ഉണ്ടാകട്ടെ. സകല അന്ധകാര മണ്ഡലങ്ങളുടെ മേലും ഇന്ന് ഞങ്ങൾ ജയം പ്രഖ്യാപിക്കുന്നു. അവിടുന്ന് തന്നെ ഞങ്ങളുടെ പാറ, ഞങ്ങളുടെ രക്ഷകൻ, ഞങ്ങൾ ആശ്രയിക്കുന്ന ഞങ്ങളുടെ ദൈവമെന്ന് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. ഇന്ന് പകലിലും ഞങ്ങളെ ഉറപ്പിച്ച് നിർത്തുന്നതിന് സ്തോത്രം, വഴികൾ തുറന്നതിന് സ്തോത്രം, സൗഖ്യം വിടുതലും വ്യാപരിച്ചതിന് സ്തോത്രം, ഈ ബലത്തോടെ ഞങ്ങളെ അയക്കുന്നതിന് സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ ധൈര്യത്തോടെ പറ, അവിടുന്ന് തന്നെ ഞങ്ങളുടെ പാറ, ഞങ്ങളുടെ രക്ഷകൻ. ഈ ദൈവത്തെ ഞങ്ങൾ എന്നും ആശ്രയിക്കും. അവിടെ നിങ്ങളെ കൈവിടില്ല, ഉപേക്ഷിക്കില്ല. ഞങ്ങളത് വിശ്വസിക്കുന്നു. ഈ വചനങ്ങളെ കർത്താവ് സഹായകര ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രസപ്പിച്ചു.